വിമൻസിനായി നോയ്സ് പുറത്തിറക്കിയ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നോയ്സ് ഫിറ്റ് ഗ്രേസ് എന്നാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പേര്. ആസ് ഓൾവേസ് നോയ്സ് ഇപ്പോൾ നല്ല ഓഫർ പ്രൈസിലാണ് ഈ ഒരു വാച്ച് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രോഡക്ടറി ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് വെറും 2999 വാങ്ങിക്കാനായിട്ട് പറ്റും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ മേ ബി 3500 ഒക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫർ പ്രൈസിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിനൊക്കെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ട് കാണാം. ബോക്സിന് മുകളിലായിട്ട് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാച്ചിൻ്റെ നല്ലൊരു ഇമേജ് കാണാനായിട്ട് പറ്റും. 3 വ്യത്യസ്ത കളേഴ്സിൽ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ കൊടുത്തിട്ടുള്ള കളർ റോസ് ഗോൾഡ് കളറാണ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ കൂടെയാണ്. ഇവിടെ നമുക്ക് നോയ്സ് ഫിറ്റ് ഗ്രേസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വിമൻസ് സ്മാർട്ട് വാച്ച് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് മോർ സ്യൂട്ടബിൾ ആകുന്നത് വിമൻസിന് തന്നെയാണ്. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ കുറെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിന് മുകളിലായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഒരു ചാർജിങ് കേബിളാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 7 ദിവസത്തോളം ഈ ഒരു വാച്ച് നമുക്ക് ബാറ്ററി ലൈഫ് നൽകുന്നുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളി ചാർജ് ആയിട്ട് കിട്ടും. മാത്രമല്ല സ്റ്റാൻഡ് ബൈ മോഡിലാണെങ്കിൽ പരമാവധി 30 ദിവസം വരെ ഈ ഒരു വാച്ചിൽ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ബ്ലൂടൂത്ത് കോളിംഗ് എല്ലാം നല്ലപോലെ ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസമൊക്കെ ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാവും. അല്ലെങ്കിൽ ഒരു നോർമൽ ആവറേജ് യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം വരെയൊക്കെയാണ് ബാറ്ററി ലൈഫ് കിട്ടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള ചാർജറാണ് ആദ്യം തന്നെ നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത്തരത്തിലൊരു ടൂൾ വന്നിട്ടുണ്ട്. മെറ്റൽ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് വിയർ ചെയ്ത സമയത്ത് എനിക്കതിൻ്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ സൈസ് അനുസരിച്ച് അത് റീസൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ മറ്റൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ഒരു വാച്ചിൻ്റെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ എൻ്റെ നിങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഇത്തരത്തിലൊരു ടൂൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സൈസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. യൂസർ മാനുവൽ ഇതിൽ വന്നിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. ഓൾസോ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ള ഒരു കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. ഇത്തരത്തിൽ നമുക്ക് റിവ്യൂ യൂണിറ്റ്സ് ആയിട്ട് കിട്ടുന്ന ഒട്ടുമിക്ക സ്മാർട്ട് വാച്ചസും ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള വാച്ചസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ വാച്ചുകളെല്ലാം ഏകദേശം ഒരു 30 മുതൽ 40% വരെ ഡിസ്കൗണ്ട്സിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോസെക്ഷനിൽ ഓഫർ കാർട്ട് എന്ന സ്റ്റോർ കാണാനായിട്ട് പറ്റും. ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലാണ്. ആ ഒരു ചാനലായിരിക്കും ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് നല്ല ക്വാളിറ്റിയോട് കൂടി നമ്മൾ റിവ്യൂ മാത്രം ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ഓഫറിൽ ഇത് ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ചെന്ന് ആ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഹിയർ കംസ് അവർ മെയിൻ യൂണിറ്റ്. ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്ത് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ അമോൾഡ് ഡിസ്പ്ലേ ആണ്. 1.1 ഇഞ്ചസിൻ്റെ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇത് വളരെ ബൾക്കി ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഒരു അത്യാവശ്യം നോർമൽ സൈസ്, അതായത് ആളുകൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു സൈസിലാണ് ഈ ഒരു ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. മാത്രമല്ല നല്ല ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്ക്രീനൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഒരു സ്റ്റൈൽ ലുക്കിലാണ് വന്നിട്ടുള്ളത്. പിറകിലായിട്ട് നമുക്ക് ആ ഒരു ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 16 mm സ്ട്രാപ്പാണ്, മെറ്റൽ സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുകളിൽ നിന്ന് ഇത്തരത്തിൽ താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വിക്ക് ആക്സസ് മെനു ആണ്. ഇതിൽ നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട്, ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാം, പവർ സേവിംഗ് മോഡ് ഉണ്ട്. ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് 5 seconds ആണ് സ്ക്രീൻ ടൈം വരുന്നത്. അത് നമുക്ക് 30 seconds വരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ ക്ലോക്ക് ആക്കാനും അനലോഗ് ക്ലോക്ക് ആക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലോട്ട് നമ്മൾ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ലോഗാണ്. ഇപ്പോൾ മോർണിംഗ് ഒരു നല്ല വാക്കൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ഫീച്ചേഴ്സും നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി നിങ്ങൾ നല്ലപോലെ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും ഇത്തരത്തിൽ സ്മാർട്ട് വാച്ചസ് യൂസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വരും നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്, സ്റ്റെപ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാച്ചിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് ഫീച്ചർ നല്ലപോലെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ കാണാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ആണ്. പിന്നെ നമുക്ക് വെതർ ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോണും അതുപോലെ വാച്ചും തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തുകൊണ്ട് മ്യൂസിക് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്തതോടുകൂടി നെക്സ്റ്റ് ട്രാക്കിലേക്ക് ചെന്നു. പ്രീവിയസ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാം. പിന്നെ നമുക്കിവിടെ വോള്യൂം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വോള്യൂം ഇൻക്രീസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ വോള്യൂം ഡിക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കും ഈ ഒരു വാച്ചിലൂടെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഒന്ന് പോസ് ചെയ്യാം. ഇനി നമ്മൾ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ സ്ക്രീൻ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഈ ഒരു ബട്ടണിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള മെനു ഇങ്ങനെ
കാണാനായിട്ട് പറ്റും. നമുക്കിത് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. മാത്രമല്ല റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷനൊക്കെ വരുന്നുണ്ട്. ഇനി മുകളിലോട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ആപ്പ് വഴി എനേബിൾ ചെയ്യണം. ഇതിൽ യൂസ് ചെയ്യുന്ന ആപ്പ് നോയ്സ്ഫിറ്റിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞ ആപ്പാണ്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിലൂടെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും വളരെ ഈസി ആയിട്ട് ഈ ഒരു വാച്ചിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻക്ലൂഡിങ് ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് അങ്ങനെയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഇതിൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഈ ഒരു വാച്ചിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.3 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കോൾസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കോൾസ് ഫീച്ചർ ഒന്ന് എനേബിൾ ചെയ്യുന്നതിനായിട്ട് ആപ്പിലേക്ക് ഇത്തരത്തിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഫോണിൽ ചെന്നിട്ട് ഇവിടെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത ശേഷം അതിൽ നിങ്ങൾ ഈ ഒരു കോളിൻ്റെ ആ ഒരു ഫീച്ചർ കൂടെ കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കോൾ ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൽ എടുത്ത ശേഷം ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കുന്ന നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. ഷാറാണല്ലേ? അതെ അതെ. അപ്പോൾ നമ്മളിതിൽ കോൾ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ജിയോ ആണ്. ഉച്ചത്തിൽ തന്നെ കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓൾസോ നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു എൻഡിലും നല്ലപോലെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ കോളിംഗ് ഫീച്ചർ ഐ തിങ്ക് നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വാച്ച് നൽകുന്നത്. ഇതിൽ നമുക്ക് മെനു സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സെറ്റിംഗ്സിലേക്ക് ചെല്ലുക, അതിനുശേഷം മെനു സ്റ്റൈൽ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ സ്റ്റൈൽ 1ലാണ് വാച്ച് ഉള്ളത്. ഇപ്പോൾ 3 നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ സ്റ്റൈൽ 2 വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് സ്റ്റൈൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മെനു ഓപ്ഷനിൽ ഡയൽ പാഡ് ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, വോയിസ് അസിസ്റ്റന്റ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെയാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വർക്കൗട്ട് റെക്കോർഡ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ കൗണ്ട് ഉണ്ട്, മെസ്സേജസ് നമുക്കിതിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വെതർ ഡീറ്റെയിൽസ് ഉണ്ട്, പീരീഡ് ട്രാക്കർ ഉണ്ട്. എസ്പെഷ്യലി വിമൻസ് ടാർഗറ്റഡ് ആയിട്ടുള്ള വാച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെൻസ്ട്രൽ പീരീഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഫൈൻഡ് ഫോൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയാണോ ഉള്ളത് ഫോൺ ഇങ്ങനെ റിംഗ് ആകുന്നത് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കാണാം നമ്മളതിൽ ടാപ്പ് ചെയ്തോടുകൂടി ഫോൺ ഇത്തരത്തിൽ റിംഗ് ആവും. അപ്പോൾ നമ്മുടെ ഫോൺ വാച്ച് മാത്രമേ കയ്യിലുള്ളത്. ഫോൺ പെട്ടെന്ന് കാണുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി അതെടുക്കാം. പിന്നെ നമുക്ക് ക്യാമറ ഷട്ടർ ഓപ്ഷൻ അവൈലബിൾ ആണ്. നോയ്സ്ഫിറ്റ് ഫോക്കസ് എന്ന ആപ്പിന്റെ ഇന്റർഫേസ് ആണ്. ഈ ഒരു ആപ്പിലാണ് നമുക്ക് ഈ ഒരു വാച്ച് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുക. വിമൻസ് ഹെൽത്ത്, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ് മോണിറ്റർ, ഓക്സിജൻ കൗണ്ട് അതൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് കൗണ്ട്സ് കാണാനായിട്ട് പറ്റും. നമ്മൾ ബേൺ ചെയ്തിട്ടുള്ള കലോറി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് 4.51 കിലോമീറ്റർ ഈ ഒരു വാച്ച് വിയർ ചെയ്തുകൊണ്ട് ഞാനൊന്ന് വാക്ക് ചെയ്തിട്ടുണ്ട്. വിമൻസിനായിട്ടുള്ള നോയ്സ്ഫിറ്റ് ഗ്രേസ് എന്ന ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചിന്റെ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇപ്പോൾ ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫേഴ്സിൻ്റെയും ഡീൽസിൻ്റെയും എല്ലാം അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.